നമുക്കിപ്പോൾ കുറേ സ്ക്വയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ കുറേ സ്ക്വയേഴ്സിൽ ഒരു സ്ക്വയർ ഓഡ് വൺ ഔട്ട് ആണ്. ഏതാണ് സ്ക്വയർ? നിങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചറിയാൻ പറ്റും ഈ സ്ക്വയർ ആണ് ഓഡ് വൺ ഔട്ട് എന്ന്. അതിന്റെ കാരണം എന്താണ്? ഈ സ്ക്വയറിന്റെ നിറം ഗ്രീൻ ആണ്, ബാക്കി എല്ലാ സ്ക്വയറും ബ്ലൂ കളറിലുള്ളതാണ്. എന്നാൽ നമീബിയയിലെ ഹിംബ എന്ന ട്രൈബിലത്തെ ആൾക്കാരോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും. ഇതിന്റെ കാരണം കളർ എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെയല്ല കളർ എന്നുള്ള ഒരു സെൻസേഷൻ മനസ്സിൽ വരുന്നത്. ചില ഭാഷ സംസാരിക്കണവർക്ക് ചില കളറുകൾ കാണാൻ പറ്റില്ല, ചില ഭാഷ സംസാരിക്കണവർക്ക് ചില കളറുകൾ എക്സ്ട്രാ കാണാൻ പറ്റും. അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. അപ്പം കളറിനെ കുറിച്ചിട്ടാണ് എൻ്റെ പുതിയ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിൽ 11 ബേസിക് കളേഴ്സ് ആണുള്ളത്, എന്നാൽ റഷ്യൻ ഭാഷയിൽ 12 ബേസിക് കളേഴ്സ് ആണുള്ളത്. ഒരു കളർ എക്സ്ട്രാ ഉണ്ട്, കാരണം റഷ്യയിൽ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ എന്നീ രണ്ട് കളറുകൾക്ക് ഡിഫറെന്റ് പേരുകളുണ്ട്. അപ്പം റഷ്യയിൽ ഒരു കളർ എക്സ്ട്രാ ഉണ്ട്. എന്നാൽ കോബെ എന്ന ഭാഷയിൽ വെറും മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ: ലൈറ്റ് കളർ, ഡാർക്ക് കളർ, റെഡ് കളർ. ഈ ഭാഷയിൽ ഈ 3 കളറേ ഉള്ളതുകൊണ്ട് നമ്മൾ കാണുന്ന എല്ലാ കളറുകളും അവർക്ക് ഈ 3 കളറുകളിൽ ഏതെങ്കിലും ഒന്നാണ്. വെറും 3 കളറേ ഈ ഒരു ലാംഗ്വേജിലുള്ളൂ. എന്നാൽ കോബെ ഭാഷ സംസാരിക്കുന്നവർക്ക് മറ്റ് കളറുകൾ ഒന്നും കാണില്ല എന്നല്ല, അവർക്ക് മറ്റ് കളറുകൾ കാണാം. എന്നാൽ ആ കളറെല്ലാം അവർക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ല. റെഡ് കളർ എന്ന കളറാണ്, ഓറഞ്ചും പിങ്കും എല്ലാം റെഡ് കളർ ആണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. എന്നാൽ അവർക്ക് മറ്റേ കളറുകളെല്ലാം കാണാൻ പറ്റും. അവർക്ക് ഈ തോന്നൽ വരാനുള്ള കാരണം അവരുടെ ഭാഷയിൽ വെറും 3 കളറുകളെ ഉള്ളൂ എന്നതാണ്. ഇതുകൂടാതെ തന്നെ പപ്പുവ ന്യൂഗിനിയിലെ മിക്ക ഗോത്രവർഗ്ഗക്കാർക്കും, മിക്ക ട്രൈബ്സിനും വെറും 2 കളേഴ്സേ ഉള്ളൂ: ഡാർക്ക് കളേഴ്സ്, വാം കളേഴ്സ്. വാം കളേഴ്സ് എന്ന കാറ്റഗറിയിൽ റെഡ്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ എന്നീ നിറങ്ങളെല്ലാം പെടും. ഡാർക്ക് കളേഴ്സ് എന്ന കാറ്റഗറിയിൽ ബ്രൗൺ, ബ്ലാക്ക്, ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ എന്നീ നിറങ്ങളും വരും. അങ്ങനെ 2 കളേഴ്സേ പപ്പുവ ന്യൂഗിനിയയിൽ താമസിക്കുന്നവർക്കുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ നമീബിയയിലെ ഹിംബ ട്രൈബിലുള്ളവർക്ക് ഗ്രീനിനും ബ്ലൂവിനും ഒരൊറ്റ കളറിന്റെ പേരാണുള്ളത്. ഗ്രൂ എന്നൊരു കളർ പേര് പോലെ ഒരൊറ്റ പേരാണ് ഈ 2 കളേഴ്സിനും ഉള്ളത്. എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ഭാഷകൾക്ക് ഡിഫറെന്റ് നമ്പർ ഓഫ് കളേഴ്സ് വരുന്നത്? കളറിന്റെ പിന്നിൽ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. ഒരു ലാംഗ്വേജ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പം ആ ലാംഗ്വേജിന് ഓരോ ഡിഫറെന്റ് കളേഴ്സിന്റെ പേര് ആ ലാംഗ്വേജിൽ വരും. ഉദാഹരണത്തിന് ഒരു ലാംഗ്വേജ് ജസ്റ്റ് ഉണ്ടായിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ ലാംഗ്വേജിൽ വെറും 2 കളേഴ്സ് ഉണ്ടാവുള്ളൂ: വാം കളേഴ്സ്, ഡാർക്ക് കളേഴ്സ്. എന്നാൽ കാലം പോകും തോറും ഒരു കളർ കൂടി എക്സ്ട്രാ കയറി വരും: റെഡ് കളർ. കുറച്ചുകൂടി കാലം പോകും തോറും യെല്ലോ, ബ്ലൂ, ഗ്രീൻ എന്നീ നിറങ്ങൾ ആഡ് ചെയ്ത് വരും. എന്നിട്ടും ഇനിയും ആ ലാംഗ്വേജ് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ ബ്രൗൺ, പിങ്ക്, ഓറഞ്ച് എന്നീ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കളറുകളും വരും. അങ്ങനെ ലാംഗ്വേജ് ഇവോൾവ് ചെയ്ത് പോകുമ്പം എക്സ്ട്രാ ആയിട്ട് കുറേ കളേഴ്സ് വരും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലാംഗ്വേജുകളൊന്നും അധികം ഇവോൾവ് ചെയ്തിട്ടില്ല, ന്യൂ ലാംഗ്വേജസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ അധികം കളേഴ്സിന്റെ പേരുമില്ല. ലാംഗ്വേജുകളുടെ ഇവല്യൂഷൻ എന്നൊരു കാരണം കൊണ്ടാണ് പണ്ടത്തെ ബുക്കുകളുടെ കളറെല്ലാം മൊത്തം തിരിഞ്ഞിരിക്കുകയായിരുന്നു. ഫോർ എക്സാമ്പിൾ, ആൻഷ്യൻ ബുക്കായിട്ടുള്ള ഹോമർ നമുക്ക് എടുത്തു നോക്കിയാൽ ഹോമർ എന്ന ബുക്കിൽ അധികം കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, പർപ്പിൾ എന്ന ഒരൊറ്റ പേര് ആണ് ബ്ലഡ്, സീ വേവ്, റെയിൻബോ, അതുകൂടാതെ ഒരു കാർമേഘം. ഈ 4 ഡിഫറെൻ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്കും പർപ്പിൾ എന്ന ഒരൊറ്റ കളറിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ആ ബുക്കിൽ. എന്നാൽ ഓസ്ട്രേലിയയിലെ ചില ട്രൈബ്സിന് കളർ എന്ന കൺസെപ്റ്റേ ഇല്ല. അവർക്ക് കളറിന് പകരം ടെക്സ്ചർ അഥവാ സോഫ്റ്റ് ആണോ റഫ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതേ ഉള്ളൂ. കളറിന് പകരം അവർക്ക് ടെക്സ്ചർ ആണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ചില ലാംഗ്വേജസിന് ഒരു കളറിന് തന്നെ ഡിഫറെന്റ് പേരുകൾ ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ നമീബിയയിലെ ഹിംബ ട്രൈബിന്റെ ലാംഗ്വേജിന് ഗ്രീൻ എന്ന ഒരൊറ്റ കളറിന് ഡിഫറെന്റ് ഷെയ്ഡ്സിന് 19 ഡിഫറെന്റ് വേർഡ്സ് ഉണ്ട്. അതായത് ഗ്രീനിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സിനായിട്ട് 19 ഡിഫറെന്റ് പേരുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്രീനിന്റെ ഡിഫറൻഷിയേഷന് ഇത്രയും വലിയ പേരുകൾ? ഇതിന്റെ കാരണം ട്രൈബുകളുടെ ആ ഒരു ആൾക്കാരെല്ലാം അവരുടെ എപ്പോൾ നോക്കിയാലും അവരുടെ ചുറ്റും ഗ്രീൻ കളറാണ് കാണുക. അപ്പം അവരുടെ കണ്ണിന് ഗ്രീൻ കളറുള്ള മൈന്യൂട്ട് ഡിഫറൻസസ് ഈസി ആയിട്ട് തിരിച്ചറിയും. കാരണം അവരുടെ കണ്ണ് ഗ്രീൻ കളർ കണ്ട് ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് മൈന്യൂട്ട് ഡിഫറൻസ് തന്നെ തിരിച്ചറിയാൻ പറ്റുമ്പം ഡിഫറെന്റ് ഷെയ്ഡ്സ് അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് ഷെയ്ഡ്സ് വന്നതോടെ അവർക്ക് ഗ്രീനിന്റെ ഡിഫറെന്റ് പേരുകൾക്ക് ഡിഫറെന്റ് ഷെയ്ഡ്സ് വന്നു. ഇതേപോലെ തന്നെയാണ് റഷ്യയിലത്തെ ആൾക്കാർക്ക് ബ്ലൂ എന്ന നിറം. അവരുടെ ആകാശം എപ്പോഴും ബ്ലൂ ആവും, അവരുടെ അന്തരീക്ഷം ഒരു ബ്ലൂവിഷ് അറ്റ്മോസ്ഫിയർ ആകും. അതുകൊണ്ട് അവർക്ക് ലൈറ്റ് ബ്ലൂവിനും ഡാർക്ക് ബ്ലൂവിനും ഡിഫറെന്റ് പേരുകളുണ്ട്. ഇതുകൂടാതെ തന്നെ എസ്കിമോകളുടെയും ഇന്യൂട്ടുകളുടെയും ഭാഷയായ ആ ഒരു ലാംഗ്വേജിൽ 6 ഡിഫറെന്റ് വൈറ്റുകളുടെ ഷെയ്ഡുകൾക്ക്, ഒരു ക്രീമി വൈറ്റ് തൊട്ട് സാധാ വൈറ്റ് വരെ, ചൈനീസ് വൈറ്റ്, അങ്ങനെ ഡിഫറെന്റ് ഷെയ്ഡുകൾക്ക് 6 ഡിഫറെന്റ് പേരുണ്ട്. അതിന്റെ കാരണം അവരെപ്പോഴും മഞ്ഞാണ് കാണുന്നത്. അവരുടെ കണ്ണിന് വെള്ള നിറം കാണാൻ ട്രെയിൻഡ് ആണ്. ഒരേ
കളറിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സിന് ഡിഫറെന്റ് പേര് കൊടുക്കുന്നത് മണ്ടത്തരല്ലേ എന്ന് നിങ്ങളൊന്ന് വിചാരിക്കും. അതിന് പകരം ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എന്ന് വിളിച്ചാൽ പോരെ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലൈറ്റ് റെഡിനെ അല്ലേ നമ്മൾ പിങ്ക് എന്ന പേരിൽ വിളിക്കുന്നത്, അതുകൂടാതെ ഡാർക്ക് ഓറഞ്ചിനെ അല്ലേ നമ്മൾ ബ്രൗൺ എന്ന പേരിൽ വിളിക്കുന്നത്. ഇതിന്റെ കാരണം ഇംഗ്ലീഷ് ഭാഷയിലുള്ളവർക്ക് ഈ ഒരു കളേഴ്സ് നല്ല പരിചിതമായതുകൊണ്ട് ഈ കളേഴ്സിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സിന് ഡിഫറെന്റ് പേരുകൾ ഇംഗ്ലീഷിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ 3 എക്സാമ്പിളുകൾ സൂചിപ്പിക്കുന്നത് കളർ പെർസെപ്ഷന് ലാംഗ്വേജിൽ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യണത് എന്നാണ്. കളർ പെർസെപ്ഷനിൽ ജോഗ്രഫി വലിയൊരു മേജർ പോയിന്റ് ആണ്. ജോഗ്രഫി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കളർ എങ്ങനെയാണോ പെർസീവ് ചെയ്യുന്നത്, പെർസീവ് ചെയ്യുന്ന ആ ഒരു രീതി മാറും. ഇനി ഇതൊക്കെ തന്നെ പോട്ടെ, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റില് സൂര്യന് ഉദിച്ചു കഴിഞ്ഞിട്ട് തലയ്ക്ക് മുകളിൽ എത്തുന്നത് വരെ സൂര്യന്റെ ഡിഫറെന്റ് കളേഴ്സിന് അരുണ, ഭദ്രു, ഹിരണ്യ, താമ്രം, പിംഗല, സുമംഗല, കപില എന്നീ ഡിഫറെന്റ് ആയിട്ടുള്ള 7 കളർ നെയിംസ് ഉണ്ട്. 1500 വരെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓറഞ്ച് എന്ന കളറിന്റെ പേരില്ലായിരുന്നു. ഓറഞ്ചിന് പകരം അവിടെ യെല്ലോവിഷ് റെഡ് എന്നായിരുന്നു ആ ഒരു കളറിന്റെ പേര്. അപ്പോഴാണ് 1500 ചൈനയിൽ നിന്നും ഫസ്റ്റ് ഓറഞ്ച് ഫ്രൂട്ടുകൾ ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും വന്നത്. അങ്ങനെയാണ് ഓറഞ്ച് എന്ന ഫ്രൂട്ടിൽ നിന്ന് ആ ഒരു ഓറഞ്ച് എന്ന കളറിന്റെ പേര് കിട്ടിയത്. ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ റെറ്റിനയില് ലൈറ്റ് വന്ന് പതിക്കും. അപ്പൊ റെറ്റിനയില് 2 ടൈപ്പ് സെല്ലുകളുണ്ട്, റോഡ് സെല്ലുകളും കോൺ സെല്ലുകളും. അപ്പൊ റോഡ് സെല്ലുകള് ചുറ്റുള്ളത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണോ, അത് ചുറ്റുള്ളത് ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റ് ആണോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ ബ്രെയിനെ സഹായിക്കും. അതുകൂടാതെ തന്നെ കോൺ സെല്ലുകളാണെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് സെൻസ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ 3 ടൈപ്പ് കോണുകളുണ്ട്, ബ്ലൂ ടൈപ്പ് കോൺ, ഗ്രീൻ ടൈപ്പ് കോൺ, റെഡ് ടൈപ്പ് കോൺ. അപ്പൊ ഈ 3 കോണുകളും ഡിഫറെന്റ് ഒരു ഉദാഹരണത്തിന് ഒരു പ്രത്യേക ടൈപ്പ് കളർ വന്ന് നമ്മുടെ റെറ്റിനയിൽ പതിച്ചു എന്ന് വെച്ചാൽ ഈ 3 ഡിഫറെന്റ് കോണുകളും ബ്രെയിനിലേക്ക് ഡിഫറെന്റ് വാല്യൂകൾ അയക്കും. അപ്പൊ ബ്രെയിൻ ആ ഒരു അയക്കുന്ന വാല്യൂകൾ വെച്ചിട്ട് നോക്കിയിട്ടാണ് ഏത് കളറാണ് നമ്മൾ കാണുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പം ഈ 3 ഡിഫറെന്റ് കോണുകളാണ് നമ്മൾ ഈ മിക്ക ആൾക്കാരിലുള്ളത്. എന്നാൽ ചില ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ കോൺ, 4ാമത് ഒരു എക്സ്ട്രാ കോൺ കൂടി കിട്ടും. അപ്പൊ ആ ഒരു കോൺ എക്സ്ട്രാ ആയിട്ട് കിട്ടിയാൽ നമുക്ക് കാണുന്നതിനേക്കാളും കൂടുതൽ ഡിഫറെന്റ് കളേഴ്സ് അവർക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് കാണുന്നതിന്റെ 100 ഇരട്ടി കളേഴ്സ് ഒരു 4th കോൺ ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ അവർക്ക് സെയിം ആയിട്ട് തോന്നുന്ന കളേഴ്സിലത്തെ മൈന്യൂട്ട് ഡിഫറൻസസും അവർക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ.